ആസ് എ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിസ്റ്റ് ചേരി സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇല്ലാതായതുകൊണ്ട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് മുസ്ലിങ്ങളാണ്, മുസ്ലിം ലോകമാണ്. വേറെ ആർക്കും നഷ്ടം ഒന്നും സംഭവിച്ചിട്ടില്ല. ജലീല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗം പോലും അല്ലല്ലോ, അല്ലെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച ഒരാളാണ് അദ്ദേഹം. പഴയ സിമിയുടെ പ്രവർത്തകനായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ അങ്ങനെയാണ്. അവര് മുസ്ലിങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്, ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്നതാണ് അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈൻ എപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഈ പലപ്പോഴും CPM-ന്റെ പല പ്രവർത്തകരുടെയും പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. കാരണം നിങ്ങൾ പ്രതിസന്ധിയിലാണ്, നിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പ്രതിസന്ധിയിലാണ് എന്നതിന് ഊന്നൽ കൊടുക്കേണ്ടത് ഈ രക്ഷിക്കാൻ വരുന്നു എന്ന് പറയുന്ന രക്ഷകരുടെ ആവശ്യമാണ്. ആദ്യം നിങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് നിരന്തരമായി പറയണം നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതിസന്ധിയിലാണെന്ന്. രണ്ടാമത് ഞങ്ങളെ ഉള്ളൂ രക്ഷിക്കാൻ, മറ്റാരും രക്ഷിക്കാൻ വരികയില്ല. ഇപ്പോൾ കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കാലത്ത് എപ്പോഴെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ കാര്യമാണല്ലോ പറയുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് മുസ്ലിങ്ങളെ വേട്ടയാടിയിട്ടുണ്ടോ ആൾക്കാര്? എല്ലാ കാലത്തും ഇങ്ങനെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പാർട്ടിയുണ്ട്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. സമസ്ത വേറൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ SDPI, ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് പൊളിറ്റിക്കൽ ഗെയിൻ അതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇനി ഇവരെല്ലാം സംരക്ഷിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂട്ടു ചെയ്യൂ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ ഒരു രീതിയാണ്. മുസ്ലിങ്ങൾ ഭയങ്കര അപകടത്തിലാണ്, അവരുടെ അപകടത്തെ രക്ഷിക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ കൂട്ടു ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്നത് സംഭവം, അല്ലേ? ഒരു പൊളിറ്റിക്കൽ മാർക്കറ്റിംഗ് പോയിന്റ് ആണ്. ആ മാർക്കറ്റിംഗ് പോയിന്റിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വീഴാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം CPM വിളിക്കാൻ പോവാണ്. അപ്പൊ അതിനകത്ത് മുസ്ലിം ലീഗ് പങ്കെടുക്കുന്ന അവരുടെ ബഷീർ എന്ന് പറയുന്ന അവരുടെ നേതാവ് പറയുന്നു പങ്കെടുക്കും, ഓക്കെ. പക്ഷേ അതിന്റെ കൂടെ തന്നെ CPM നേതാക്കന്മാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾ കോൺഗ്രസിനെ വിളിക്കുകയില്ല എന്നാണ്. ഐക്യദാർഢ്യമാണ് പ്രഖ്യാപിക്കുന്നത്, പക്ഷെ കോൺഗ്രസിനെ ഞങ്ങൾ വിളിക്കുകയില്ല, മുസ്ലിം ലീഗ് വന്നാൽ ഞങ്ങൾ വിളിക്കും എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമല്ലേ അതിനകത്ത് ഐക്യദാർഢ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? ലീഗിനെ കിട്ടിയാൽ കൊള്ളാം, കാരണം ഞങ്ങളാണല്ലോ രക്ഷിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിളിക്കും, കാരണം മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങളെ പ്രതികരിക്കുന്ന എല്ലാവരുമായിട്ട് ഞങ്ങൾ സഖ്യം ചെയ്യും, കാരണം നിങ്ങളുടെ ഒക്കെ വോട്ടേ ഞങ്ങൾക്ക് തരണം. കൂടെ കോൺഗ്രസിനെ വിളിച്ചാലോ? വോട്ടല്ലേ ആവശ്യം, രക്ഷിക്കലല്ലോ. അപ്പൊ അത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കോൺഗ്രസിനെ വിളിക്കില്ല. അത് മുസ്ലിങ്ങൾ അപകടത്തിലാണ്, മുസ്ലിങ്ങൾ ഞങ്ങളില്ലെങ്കിൽ അവർ അപകടത്തിലായി പോകും, അവർ മുഴുവൻ പടുകുഴിയിൽ പെട്ടുപോകും. KT ജലീലിന്റെ നേതൃത്വത്തിൽ, KT ജലീലാണ് അവരെ രക്ഷിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ലാത്ത KT ജലീൽ അവരെയും തെളിച്ചുകൊണ്ട് വരുന്നു, ഞങ്ങൾ രക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഏത് സമൂഹത്തിൽ ഓടിപ്പോകും? 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ ഒരു സമൂഹത്തിൽ ഓടാവുന്ന തരത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് പറയണം എന്നാണ്, വളരെ എഡ്യൂക്കേറ്റഡ് ആണ് KT ജലീൽ, അദ്ദേഹത്തെ പോലത്തെ ആൾക്കാർ ചെയ്യേണ്ടത്. കുറെ കൂടി സീരിയസ് ആയിട്ട് പൊളിറ്റിക്സ് പറയണം. ഇത് വളരെ ബാലിശ്യമായി പോയി.